ഖത്തമുൽ ഖുർആൻ ഓതുന്നവർ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. അതിൽ 1, ഖത്തമുൽ ഖുർആൻ ഓതി അവസാനിപ്പിക്കുന്നത് സുബ്ഹിക്കോ മഗ്‌രിബിനോ ആയിരിക്കൽ സുന്നത്താണ്. 2, ഖത്തമുൽ ഖുർആൻ ഓതി തീർക്കുന്ന ദിവസം നോമ്പുകാരായിരിക്കൽ സുന്നത്താണ്. റമളാനിൽ നമുക്ക് നോമ്പായിരിക്കും, അല്ലാത്തപ്പോൾ ഖത്തമുൽ ഖുർആൻ ഓതിത്തീരുന്ന അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ്. റമളാനിൽ മാത്രമല്ല ഖുർആൻ എടുക്കൽ, റമളാൻ തീർന്നാലും ഖത്തമുൽ ഖുർആൻ ഓതണം. 3, ഖത്തമുൽ ഖുർആൻ ഓതിത്തീരുന്ന അന്ന് ഒരു ദുആ മജ്ലിസ് ഉണ്ടാക്കൽ സുന്നത്താണ്. നാട്ടുകാരെയെല്ലാം വിളിച്ചൊരു സദസ്സ് ഉണ്ടാക്കണമെന്നതല്ല, നമ്മുടെ വീട്ടിൽ ഉള്ളവർ എല്ലാവരും കൂടി ഒരു ദുആ സദസ്സ് ഉണ്ടാക്കുക. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഫാമിലിയിലുള്ള എല്ലാവരെയും വിളിച്ച് ഒരു വളരെ മനോഹരമായ ഒരു മജ്ലിസ് ഉണ്ടാക്കുമായിരുന്നത്രേ. ഖത്തമുൽ ഖുർആൻ ഓതി കഴിഞ്ഞ ഉടനെ നമ്മൾ ദുആ ചെയ്യുക സുന്നത്താണ്. സയ്യിദന്മാർ, വലിയ പണ്ഡിതന്മാരെ ഒക്കെ ഏൽപ്പിക്കുകയാണെങ്കിലും അതിന് മുമ്പ് നമ്മളൊരു ദുആ ചെയ്യുക, അതിന് വലിയ മഹത്വമുണ്ട്. ഖത്തമുൽ ഖുർആൻ ഓതിയ ഉടനെ ആദ്യം നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ 4000 മലക്കുകൾ നമുക്ക് വേണ്ടി ആമീൻ പറയും. 5, ഒരു ഖത്തമിൽ ഓതി കഴിയുകയും മുമ്പ് അടുത്ത ഖത്തമുൽ തുടങ്ങൽ സുന്നത്താണ്. ഉദാഹരണം, സൂറത്തുൽ നാസ് ഓതുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് അടുത്ത ഖത്തമിന് വേണ്ടി ഫാത്തിഹ ഓതി ബഖറയിലെ കുറച്ച് ആയത്തുകൾ ഓതി വെക്കുക. ഖുർആനുമായി ആത്മബന്ധം ഞാൻ മുറിച്ചിട്ടില്ല എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഖുർആനുമായി ഒരു ആത്മബന്ധം ഉണ്ടാവണം. ഇതെൻ്റെ നാഥൻ്റെ കലാമാണ്, ഇത് എൻ്റെ നാഥൻ എന്നോട് സംസാരിക്കുന്നു എന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പറയണം.